മലയാളികൾക്ക് ഇതുവരെ അത്ര പരിചിതമല്ലാതിരുന്ന വടക്കേ ഇന്ത്യയിലെ കുംഭമേള മറ്റൊരു പേരിൽ ഭാരതപ്പുഴയുടെ തീരത്ത് കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത്. പൊതുവെ കേരള മാധ്യമങ്ങൾ ഈ ആഘോഷത്തിന്റെ പിന്നിലെ അപകടങ്ങളെ പറ്റി ഒരു പരിധിവരെ റിപ്പോർട്ട് ചെയ്യാൻ താല്പര്യം കാണിച്ചപ്പോൾ അതേ മാധ്യമങ്ങളുടെ തന്നെ സോഷ്യൽ മീഡിയകൾ മറ്റൊരു തന്ത്രമായിരുന്നു ഈ വിഷയത്തിൽ ധരിച്ചത്. കുംഭമേളകളെ എങ്ങനെയാണ് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുക എന്നത് ഏറ്റവും അവസാനം ഉത്തർപ്രദേശ് സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ വടക്കേ ഇന്ത്യയിൽ അവസാനിച്ച കുംഭമേള മറ്റൊരു തെളിവായി ഇവിടെ ഉണ്ട്. കേരളത്തിൽ വിശിഷ്യ മലബാറിൽ ഏതോ ഒരു കാലത്ത് ഉപേക്ഷിക്കപ്പെട്ട ആഘോഷങ്ങൾ, മാമാങ്കം പോലെയുള്ള ആഘോഷങ്ങൾ, മഹാമഹം പോലെയുള്ള ചേര രാജാക്കന്മാരുടെ കാലത്ത് കൊണ്ടാടുകയും പിന്നീട് അവർ അവസാനിപ്പിക്കുകയും ചെയ്ത ആഘോഷങ്ങളെ പുതിയ കുപ്പിയിലാക്കി പഴയ രീതിയിൽ അവതരിപ്പിക്കാൻ അമൃതാനന്ദമയി മഠവും ജുനാഗഡ് എന്ന് പറയുന്ന സന്യാസി സംഘവും ചേർന്ന് നടത്തിയ ശ്രമങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നമുക്ക് മനസ്സിലാവും. അടുത്ത വർഷം 2027 45 ദിവസം നീണ്ടു നിൽക്കുന്ന കുംഭമേള മറ്റൊരു പേരിലാണ് നടപ്പാക്കാൻ അവർ ആഗ്രഹിക്കുന്നത്. ഒപ്പം 2028 എങ്ങനെയാണോ ഉത്തർപ്രദേശിൽ ത്രിവേണി സംഗമത്തിന്റെ സാന്നിധ്യത്തിൽ മഹാകുംഭമേള നടപ്പിലായത്, അതുപോലെ തന്നെ വലിയ ആഘോഷത്തോടെ ഇതാ കേരളത്തിൽ ഭാരതപ്പുഴയുടെ തീരത്ത് മഹാകുംഭമേള 2028 നടത്തും എന്നവർ പറയുമ്പോൾ ഈ നടത്തിപ്പിന്റെ ഉത്തരവാദിത്വം മലയാളിയായ ആനന്ദവനം ഭാരതി എന്ന സന്യാസിക്കാണ്. രാജ്യത്താകെ വിവിധ ഇടങ്ങളിൽ വേദപ്രമുഖന്മാർക്ക് രാഷ്ട്രീയമായി മുൻതൂക്കം ലഭിക്കും വിധം ഇത്തരം ആഘോഷങ്ങളെ മടക്കിക്കൊണ്ടുവരുവാൻ, പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിൽ അതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന ശ്രീ ആനന്ദവനം ഭാരതി എന്ന് പറയുന്ന മുൻ വിദ്യാർത്ഥി നേതാവ് വളരെ ആസൂത്രിതമായിട്ടാണ് RSSന്റെ അജണ്ടകളെ വലിയ ആഘോഷത്തിന്റെ പിൻബലത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ കേരളത്തിൽ ശ്രമം ആരംഭിച്ചിരിക്കുന്നത്. ഈ കുംഭമേളയിൽ പ്രധാനമായ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അഘോരികൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന നാഗസന്യാസിമാർ, ആ സന്യാസിമാരുടെ സ്വഭാവ പ്രത്യേകതകൾ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളവരാണ് മലയാളികൾ. അർദ്ധനഗ്നരോ പൂർണ്ണനഗ്നരോ ആയി ശരീരമാകെ ഭസ്മം വിതറിക്കൊണ്ട് വ്യത്യസ്ത ജീവിതം നയിക്കുന്ന സന്യാസി വിഭാഗങ്ങളിലെ തന്നെ യോദ്ധാക്കൾ എന്ന തരത്തിൽ അറിയപ്പെടുന്ന പല വിഭാഗങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് കുംഭമേളകളുടെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. വേദകാലത്തെ മടക്കിക്കൊണ്ടുവരിക, ബ്രാഹ്മണ മേധാവിത്വത്തെ അരക്കിട്ടുറപ്പിക്കുക തുടങ്ങിയ രാഷ്ട്രീയ മത അജണ്ടകൾ ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്ന് മലയാളികൾ തിരിച്ചറിയുമ്പോൾ കുംഭമേളയ്ക്ക് പുതിയ മാനവും പുതിയ അർത്ഥതലങ്ങളും ഉണ്ടാക്കാൻ ഭാരതപ്പുഴയിൽ ഇവർ ഒരുക്കുന്ന ഇത്തരം ആഘോഷങ്ങളുടെ പിന്നിൽ വളരെ വിഭാഗീയമായ പല അജണ്ടകളും ഉണ്ട് എന്ന് മലയാളികൾ മുൻകൂട്ടി തന്നെ തിരിച്ചറിയണം.